സമയത്തിൻ്റെ അവസാന മുഴക്കം കേൾക്കുന്നു. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവത്തിന് ഇനി താമസം കുറവാണ്. വീണ്ടും ഒരു പവിത്ര ദിനം കടന്നു വരുന്നു. ആ ദിനം മനുഷ്യൻ്റെ രക്ഷകനായ യേശു ക്രിസ്തു ഭൂമിയിൽ വീണ്ടും എത്തുന്ന ദിവ്യദിനം. കാത്തിരിപ്പിൻ്റെ ഈ നിമിഷങ്ങളിൽ നമ്മളിൽ ഓരോരുത്തരും നമ്മുടേതായ ചിന്തകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും പരിശുദ്ധനെ എതിരേൽക്കാൻ തയ്യാറാകുന്നു. എന്നാൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യരാശി എത്രത്തോളം യഥാർത്ഥത്തിൽ ഈ പുനരാഗമനത്തിന് സജ്ജമാണ്? ഇത് സാധാരണ ഒരു സന്ദേശമല്ല, മനുഷ്യരാശിക്ക് മടങ്ങി വരുവാനുള്ള വിളിയാണ്. ഈ ലോകം അവസാനിക്കുന്നതിനുള്ള മുന്നറിയിപ്പ്. നാം ഒരിക്കലും അറിയാത്ത സമയത്ത് അവൻ വരും. യഥാർത്ഥത്തിൽ നമ്മൾ ആ വരവിനായി ഒരുങ്ങിയിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുമ്പും വരവിൻ്റെ സമയത്തും വരവിന് ശേഷവും നടക്കുന്ന സംഭവങ്ങൾ രസകരവും ചിന്തനീയവുമായ രീതിയിൽ നമ്മുടെ PYPA സഹോദരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആധുനിക പെന്തക്കോസ്ത് ലോകത്തിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചില സംഭവ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഈ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നതോ മരണപ്പെട്ടവരുമായോ എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ്. പട്ടണത്ത് പഴയപുരയിൽ വീട്ടിൽ അലക്സും സണ്ണിമോനും തമ്മിലുള്ള ഒരു സംഭാഷണം. അലക്സ് അച്ചായ, ഞാൻ കുറച്ച് ബിസിനസ് ആവശ്യത്തിനായി മലേഷ്യ വരെ പോവുകയാണ്. ഇനി എന്നാ ഇങ്ങോട്ട്? യാ നെക്സ്റ്റ് മന്ത് 5th മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തോളൂ. 5.5 crore ബിസിനസ് നഷ്ടപ്പെടുത്തരുത്. അപ്പം ശരി, പിന്നെ കാണാം. അലക്സ് അസൂയ മൂത്ത് സ്വന്തം സഹോദരനെ കൊല്ലുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് നടക്കുന്നു. എടാ വാസുവേ, ഞാൻ അലക്സ്. നിന്റെ കേസൊക്കെ കഴിഞ്ഞോ? എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് നീ മറ്റവനെ കൊന്ന പോലെ എനിക്കും ഒരു സഹായം വേണം. സമയം പോലെ എന്നെ തിരിച്ചൊന്ന് വിളിക്കണേ. അടുത്തതായി നമുക്ക് ഷീലോവ് എന്ന പട്ടണത്തിലെ ഒരു ദേവദാസന്റെ ഭവനത്തിലെ ചില കാഴ്ചകളിലേക്ക് പോകാം. എടാ, ആ കാറിൻ്റെ കീ ഒന്ന് എടുത്തേടാ. ഏത് കാറിൻ്റെ താക്കോലാടാ നിനക്ക് വേണ്ടേ? അല്ലേ, ബെൻസ് വേണ്ട. കാര്യം ഞാൻ ബെൻസ് ഇപ്പം അങ്ങോട്ട് കഴുകി ഇട്ടതേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, ആ BMW എടുത്തുകൊണ്ട് പോകോ. എടാ, നീ ഇങ്ങോട്ട് വന്നടാ, നമുക്ക് മറ്റേ കാര്യം അപ്പനോടോ സൂചിപ്പിച്ചേക്കാം. ഡാഡി, എനിക്ക് കുറച്ച് കാശ് വേണം. ഇന്ന് വൈകിട്ട് ഞാൻ ഗേൾ ഫ്രണ്ടുമായിട്ട് മറ്റേ 5-star ഹോട്ടലിൽ നിന്ന് ഡിന്നറിന് പോവാണ്. ഞാൻ പോയി വരുമ്പോഴത്തേക്കും കാശ് റെഡിയാക്കി വേണം കേട്ടോ. തന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാമല്ലോ, നേരത്തെ ഓർമ്മയുണ്ടല്ലോ. പറ്റിച്ചേർന്നവൾ നിൽക്കുമേ, ഒടുവിൽ പറ്റിച്ചിട്ടവൾ പോകുമേ. പാശങ്ങളെ, ഇതൊക്കെ ശരിയാണ്. പാശങ്ങൾ കത്താൻ വേണ്ടി എത്ര ഉപയോഗിക്കപ്പെട്ടതാ. ഇപ്പോൾ പാശങ്ങളുടെ മക്കളൊക്കെ ഈ അവസ്ഥയിലായിരിക്കുന്നത് ശരിയാണ്, ദുഃഖകരമല്ലേ? അതുകൊണ്ട് പാശങ്ങൾ മക്കളെ ഒന്ന് ഉപദേശിക്കണം, അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ എന്നാ പറയാനാ മോനെ, ഞാൻ എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ദൈവഗത നിറവേറട്ടെ, അല്ലാതെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ? സാരമില്ല, നമുക്ക് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്തതായി പൊങ്ങച്ചക്കാരിയായ അച്ചാമ്മയും സാധുവായ ശോശാമയും. എല്ലാം എല്ലാം ദാനമല്ല, ഇതെല്ലാം ഞാൻ നേടിയതാണേ. എടി അച്ചാമ്മേ, നിന്റെ മോടെ കല്യാണമൊന്നും ആയില്ല? വീട് പണി എന്തേലും ആയോ? തുടങ്ങിയോ? ഒന്നും തുടങ്ങിയില്ല മാമേ. ഓ, എൻ്റെ മോളെ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞിട്ട് അവളും കാനഡയ്ക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുക. മൂത്ത മോള് പിന്നെ നിനക്ക് അറിയാമല്ലോ, ഓസ്ട്രേലിയയിലാണ്. അവളൊന്നും ഇനിയിപ്പം വരുമോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാടി, ഓർക്കൊന്ന് നോക്കട്ടെ. ഓക്കെ. എൻ്റെ ദൈവമേ, എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ എന്നെ ഒന്ന് മാനിക്കണേ. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമെന്ന് വചനത്തിലുണ്ടല്ലോ. അടിയൻ്റെ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്തണമേ.
ഇപ്പോൾ കിട്ടിയ വാർത്ത. നിമിഷങ്ങൾക്ക് മുമ്പ് നിരവധി ആളുകൾ ദുരൂഹ സാഹചര്യത്തിൽ കാണാതെയായി. മാറ്റമില്ലാത്തതായി കാണുന്ന ജനങ്ങളുടെ ജീവിതം ഒറ്റ നിമിഷം കൊണ്ട് സ്തംഭിച്ചു. ഇതൊരു സാധാരണഗതിയല്ല, ഒരു ദുരൂഹതയുടെ കാഴ്ചപ്പാടാണ്. നമ്മുടെ സംശയങ്ങൾ മനസ്സിലാക്കാൻ ഇനി നിമിഷങ്ങൾ ബാക്കിയുണ്ട്. ആഞ്ഞിലിത്താനം പെന്തക്കോസ് സഭയിൽ നിന്നും അനവധി ആളുകളെ കാണാതെയായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി ആഞ്ഞിലിത്താനം IPC സഭയിൽ നിന്നും റിപ്പോർട്ടർ നമുക്കൊപ്പം ചേരുന്നു. ഹലോ ജെമിലി, കേൾക്കാമോ? എന്താണിപ്പോൾ അവിടുത്തെ അവസ്ഥ? ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ്? ഹലോ എസ്തേരെ, എനിക്ക് കേൾക്കാം. ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ വളരെ ഭയപ്പെടുത്തുന്നതാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടെ ഈ സഭയിലെ തന്നെ ഒരു അംഗം നമ്മുടെ കൂടെ ചേരുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ എൻ്റെ അടുക്കൽ ഒരാൾ നിൽപ്പുണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. താങ്കൾ ഈ സഭയിലെ അംഗമാണോ? അതെ അതെ അതെ, ഞാൻ ഈ സഭയിലെ അംഗം. എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഒന്ന് നമ്മുടെ അടുത്തൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായും. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ചുറ്റുപാടുള്ളവരും വീട്ടിൽ നിന്നും ഞങ്ങളുടെ ചർച്ചിലുള്ള പകലെയും കാണുന്നില്ലെന്ന് പറയുന്നു. പ്രത്യേകിച്ച് എൻ്റെ വൈഫിനെയും എൻ്റെ കുട്ടികളെയും കാണുന്നില്ല. അച്ചാച്ച, ഞാനിവിടെ ഉണ്ട്, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുന്നില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ജനങ്ങളെല്ലാം വളരെ ഭീതിയിലായിരിക്കുന്നു. ബൈബിളിലെ സുവിശേഷങ്ങളിൽ കാണുന്നത് പോലെ ക്രിസ്തുവിൻ്റെ 2ാം വരവിൽ പലരും എടുക്കപ്പെട്ടതായി സംശയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. IPC പിനിയിൽ ആഞ്ഞിലിത്താനം സഭയിൽ നിന്നും ക്യാമറാമാൻ ഏബിളിനോടൊപ്പം റിപ്പോർട്ടർ ജെംലി. മാന്യമഹാജനങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ എടുക്കപ്പെടുവാൻ കഴിയാതെ പോയ സഹോദരങ്ങൾക്ക് വേണ്ടി പാസ്റ്റർ ലൂക്കാച്ചൻ നയിക്കുന്ന മഹാസമ്മേളനം നാളെയാണ്. കടന്നു വരൂ. അനുഭവങ്ങൾ പങ്കുവെക്കൂ, ആശ്വാസം കണ്ടെത്തൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ഞങ്ങളെ കൊണ്ടുപോയില്ല, അടുത്ത തവണ വരുമ്പോഴെങ്കിലും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അടുത്തതായിട്ട് ഇവിടെ കൂടി വന്നവർക്ക് എല്ലാവർക്കും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള അവസരമാണ്. ആദ്യമായി ഞാൻ തന്നെ എൻ്റെ അനുഭവം പങ്കുവെക്കുന്നു. ഞാൻ ചെയ്ത തെറ്റ്, എനിക്ക് എൻ്റെ മക്കളെ നേർവഴിക്ക് നടത്തുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. ദൈവിക പാതയിൽ അവരെ നയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതെനിക്ക് വലിയൊരു പരാജയമാണ്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ഞാൻ ഒത്തിരി ഒന്നും ചെയ്തിട്ടില്ല. പലതവണ കോപത്തെക്കുറിച്ച് പാസ്റ്റർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ സഹോദരനെ കൊല്ലാൻ ഞാൻ പലതവണ തീരുമാനിച്ചു. എൻ്റെ അസൂയയും കോപവും എന്നെക്കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചു. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൽ ഞാൻ തള്ളപ്പെട്ടു. അനുദപിക്കാൻ എനിക്ക് സമയമുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ ചെയ്തില്ല. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാതിരിക്കാൻ അത് കാരണമായി. എൻ്റെ അനുഭവം ഞാൻ പറയാം. എൻ്റെ പ്രാർത്ഥനയും ദൈവം എനിക്ക് തന്ന അനുഗ്രഹവും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഞാനായിരിക്കും ആദ്യം പോകുന്നതെന്ന്. ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. കർത്താവിൻ്റെ വരയിൽ എടുക്കപ്പെടാനും പറ്റിയില്ല. ഓർത്തിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആശ്ലിയ, മംഗലാപുരത്തുനിന്ന്. ഞാൻ പലരെ പറ്റി ഇല്ലാത്തതും അറിയാത്തതുമായ കാര്യങ്ങൾ പലരെയും പറ്റി പറഞ്ഞു നടന്നിട്ടുണ്ട്. വർഷങ്ങളായിട്ടും എൻ്റെ ഒരു ശീലമായിരുന്നു അത്. ഇപ്പോൾ ഞാൻ ഓർത്ത് ഖേദിക്കുന്നു. എൻ്റെ മാനസികാവസ്ഥ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാനെല്ലാം ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി പേരെ സഹായിച്ചിരുന്നു. ദൈവം അനീതിയുടെ ദൈവം അല്ലയോ എന്നാണല്ലോ ബൈബിൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ അന്നാമച്ചേട്ടത്തി എങ്ങനെ പോയി? അവളെക്കാൾ കൂടുതൽ ഞാൻ ചെയ്തതും പ്രവർത്തിച്ചത് ഞാൻ തന്നെയാണ്. എൻ്റെ അച്ചായൻ എന്നെ പൊന്നുപോലെ സ്നേഹിച്ചിരുന്നു. പക്ഷെ അത് ഞാൻ തിരിച്ചറിഞ്ഞില്ല. ആ പാവം മനുഷ്യൻ പറയുന്നതൊന്നും ഞാൻ അനുസരിച്ചിരുന്നില്ല. എന്നെയും കുഞ്ഞുങ്ങളെ ഓർത്ത് അദ്ദേഹം ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് ആ മനുഷ്യനെ നഷ്ടപ്പെട്ടു. എനിക്ക് പോകാനും കഴിഞ്ഞില്ല. ഇനി ആരെങ്കിലും പറയാനുണ്ടോ? പറയാനില്ലെന്ന് കരുതുന്നു. നമ്മുടെ ഈ മഹാസമ്മേളനത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനിയും ഒരു പാട്ട് പാടി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നു തീരുമെന്റെ കഷ്ടമെന്നെ മണ്ണിലെ, അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ. എഴുന്നേറ്റ
എല്ലാവരും എല്ലാവരും എഴുന്നേറ്റ്. ഒരു പ്രാർത്ഥന വേണ്ട, ഒരു പരിപാടിയും വേണ്ട. എഴുന്നേറ്റ് എല്ലാവരും പോയെല്ലാവരും പോയിനെ. ഏയ് പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആകയാൽ കർത്താവിൻ്റെ വരവിൽ നാം കൈവിടപ്പെട്ട് പോകാതെ എടുക്കപ്പെടുവാൻ നാം നമ്മെ തന്നെ നിർമ്മലീകരിച്ച് വിശുദ്ധിയിൽ ജീവിതത്തെ ക്രമീകരിച്ച് ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ.